എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Star card, Ace of Cups, Five of Cups, Nine of Pentacles and Two of Wands energy. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 10 of Wands and Star എനർജിയാണ്. ഈ ഒരു മാസത്തിന്റെ തുടക്കം വളരെ സുന്ദരമായിരിക്കും. ഒന്ന് നടുവ്, ഒത്തിരി നാളുകളായിട്ട് നിങ്ങളൊന്ന് നടുവ് നിവർന്ന് കിടക്കാം എന്ന് വിചാരിച്ചിട്ട് സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് വളരെ ഉയരത്തിലേക്കൊരു സമാധാനവും സ്വസ്ഥമായിട്ട് റിലാക്സ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒത്തിരി പ്രാരബ്ധങ്ങളൊക്കെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നവരും ഒന്നൊരിടത്ത് ഇരിക്കാനോ ഒന്ന് കുറച്ചു നേരം കിടക്കാം, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ളവര് കുറച്ച് സമാധാനവും സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മാസമാണ്, പ്രത്യേകിച്ച് ഈ ഒരു മാസം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. കുറച്ച് സമയം ഒന്നൊറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കുട്ടികളുടെ അവധികാലം സ്ഥിരമായിട്ട് വീട്ടിൽ ഒത്തിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവര് ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോടൊപ്പം പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വെക്കേഷൻ ക്ലാസ്സസോ അങ്ങനെ പല കാര്യങ്ങളുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതി ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യം വരുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് മറ്റുള്ളവരുടെ ആരുടെയോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, ആ ഒരു ഉത്തരവാദിത്വം മാറി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റാരുടെയോ മാതാപിതാക്കളെ നിങ്ങൾ ചിലപ്പോൾ നോക്കുന്നുണ്ടാവാം, അവര് പുറത്തുള്ളവരോ വിദേശത്തുള്ളവരോ ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ ഒഴിവാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവര് ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമയം നിങ്ങൾക്കായിട്ട് ചെലവാക്കാനായിട്ട് പറ്റുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം പൊതുവെ ദൈവാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളോ പുതിയ കാര്യങ്ങളോ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ട്. പൊതുവെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ ദൈവത്തിന്റെ ഒരു കൈ, അദൃശ്യമായിട്ടുള്ള ദൈവത്തിന്റെ കൈ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും വഴിപാടുകളോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകണമെന്ന് കുറച്ച് നാളുകളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാവാം. അത് നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം ഇനി പതുക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാസം ആ ഒരു ആഗ്രഹം സബലീകരിക്കുകയാണ്. അത് സാധ്യമാകുന്നതിന്റെ ഒരു സന്തോഷം, ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തിയോട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ ഒരു വർഷത്തിൽ പൊതുവെ നിങ്ങൾക്ക് വലിയ വലിയ പ്രാരബ്ധങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പൊതുവെ ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും പ്രത്യേകിച്ച് ഈ ഒരു മാസം അങ്ങനെ ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷം അനുഭവ്യമാകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സന്തോഷം മാനസികമായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയും കാണിക്കുന്നു. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കുറച്ച് അപകർഷതാബോധവും നെഗറ്റിവിറ്റി ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്രണയം ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ പ്രണയിക്കും, അത് നടക്കാതെ പോകുന്നു, പിന്നീട് ഒരാളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ വിവാഹം ആണെങ്കിലും ചിലപ്പോൾ സംഭവിച്ചിട്ടുള്ളവർ ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവും. അതായത് പ്രണയത്തിൽ ഒത്തിരി പരാജയങ്ങൾ അനുഭവപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രണയത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു മനതൃപ്തിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് സാധ്യമാകുന്നുണ്ട്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം കുറച്ച് അതായത് നിങ്ങൾക്ക് ചില ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മനസ്സിൽ ചില തോന്നലുകളാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വഷളാകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വീട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതിൽ മാതാപിതാക്കളുടെ ഒരു കൈ കൂടി ഉണ്ട്. കാരണം ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള രീതിയിലായിരിക്കും. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചിന്തയനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് പറയും, കുട്ടികൾ അത് കേട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഒരു പ്രായമായി കഴിഞ്ഞാലും ഇനി വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും അവർക്ക് കുട്ടികളുണ്ടെങ്കിലും അവർക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ചിന്തയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവില്ല പല കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക, മറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, അവർക്കത് മനസ്സിലാവില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടാത്തത് നിങ്ങൾ സ്വയം തീരുമാനിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യാം. വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങളും മറ്റുമൊക്കെ ആണെങ്കിൽ സ്വയം ആ ഒരു തീരുമാനം എടുത്ത് അതിലേക്ക് നിങ്ങൾ ഇറങ്ങുക. പിന്നീട് എല്ലാം കഴിഞ്ഞതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞാൽ മതി. കാരണം അനാവശ്യമായിട്ട് ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടോ വെറുതെ പ്രശ്നങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നമ്മള് സീതി ഉംഗ്ലി സെ ഖീന നിക്കലേത്തതോ ഉംഗ്ലി തേടി കർണ പടേക എന്ന് പറയും ഹിന്ദിയിൽ. നമ്മൾ നേരെ വഴിക്ക് പോകുന്ന രീതിയിൽ നമ്മള് കാര്യം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ വളഞ്ഞ വഴിയിലൂടെ കാര്യം നടക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ടൊരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. മറിച്ച് നിങ്ങളത് തെളിയിച്ചു കൊടുത്താൽ അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് അവരോട് കാര്യം പറയുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒന്നും വിജയിക്കാനോ അല്ലെങ്കിൽ വഴക്കല്ലാണ്ട് ഒന്നും സംഭവിക്കാമോ അല്ലെങ്കിൽ വിജയമോ പരാജയമോ എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ട് വരിക. പ്രശ്നപരിഹാരത്തെക്കാൾ കൂടുതൽ വിജയ പരാജയങ്ങളെ കാണുന്നതുകൊണ്ട് ഈഗോ കൂടുതൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കൊണ്ട് വളരെയധികം ഒരു ഈഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതാവാം, നിങ്ങളുടെ മാതാപിതാക്കളുടേതാവാം, നിങ്ങളുടെ രണ്ടുപേരുടെയും ആവാം. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക. പിന്നെ 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്, അതുപോലെ തന്നെ 2 ഓഫ് വൺസ് എനർജി. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുന്ന സമയമാണിത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരാൻ സാധ്യതയുള്ള സമയമാണ്. ജോലി സംബന്ധമായിട്ട് പിന്നെ ദൈവാധീനം വേണ്ടുവോളമുള്ള കാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ച് വളരെയധികം ദൈവാധീനമുണ്ട്. അതുകൊണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കുക കൂടി ചെയ്യൂ കേട്ടോ. ദൈവം സഹായിക്കുന്ന വിചാരിച്ചിട്ട് കൈ മുകളിലോട്ട് വച്ച് നോക്കിയിരുന്നാൽ പോരാ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ മുന്നോട്ടേക്ക് ഓരോ പടിയിലും ദൈവം നിങ്ങളെ കൈ പിടിക്കും. ഒരു കൈ ദൈവത്തിന്റെ കയ്യിൽ കോർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ രണ്ടാമത് വിവാഹം ആഗ്രഹിക്കുന്നത്, വിവാഹമോചനം നടന്നിട്ടുള്ളവര് ഒക്കെ രണ്ടാമത് വിവാഹ സാധ്യത ഈ മാസം അവസാനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിലേക്കായിട്ടുള്ള എനർജി പൊതുവെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ഈ ഒരു വർഷത്തേക്ക് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാവാം. അപ്പോൾ എന്തായാലും വിവാഹ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസ്ഥയും സാഹചര്യവും ഒക്കെ ഒത്തുവരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. പോസിറ്റിവിറ്റി ആണ്. അതേപോലെ നിങ്ങൾ സൂര്യനെയാണ് ആരാധിക്കേണ്ടത്. നമ്പർ 1 സൂര്യനാണ് നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. നമ്പർ 1 പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോ രാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ലാത്തവനാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം എഴുന്നേൽക്കുമ്പോൾ തന്നെ സൂര്യനെ ഒന്ന് നോക്കി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് ഒത്തിരി നേരം നോക്കി നിൽക്കാനല്ല, ഒന്ന് നോക്കി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ മഞ്ഞ കളറ് നിങ്ങളോടൊപ്പം എപ്പോഴും ഹിന്ദുസ് ആണെങ്കിൽ മഞ്ഞപ്രസാദം തൊടാം. ദേവീക്ഷേത്രം സന്ദർശിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ നാരങ്ങ വിളക്ക് കത്തിക്കുക. എപ്പോഴും കയ്യിലൊരു നാരങ്ങ വയ്ക്കുന്നതും നല്ലത് തന്നെയാണ്.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.